ഹായ് ഹോൾ അസ്സാമലൈക്കും, വെൽക്കം ബാക്ക്. തിളച്ച് പൊന്തുകയാണ് ഗൈസ് ചായ. ഇതാർക്കുള്ളതല്ല, എനിക്കുള്ളത് തന്നെയാണ്. ഞാൻ എണീറ്റ് വന്നപ്പോൾ താത്ത ചായ ഉണ്ടാക്കി തരും കേട്ടോ. അവൾ ഇന്ന് നല്ല അടിപൊളിയിട്ട് നല്ല നൈസ് പത്തിരി ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. പാവാണ്, ഞാൻ വന്നതുകൊണ്ട് തന്നെ നല്ല തകർത്ത പണിയിലാണ്. ഞാൻ ഓരോരോ ആഗ്രഹങ്ങൾ പറയും, അതെല്ലാം എനിക്ക് ഉണ്ടാക്കി തരും കേട്ടോ. പടച്ചറപ്പ് കാത്തിരക്ഷിക്കട്ടെ. നമ്മളെ കണ്ട് ഇങ്ങനത്തെ ഉപകാരങ്ങളൊക്കെ അല്ലേ ചെയ്യാൻ പറ്റൂ. അങ്ങനെ ഇതാ ഫ്രണ്ടിലോട്ടിട്ടാ പോകുന്നത്. മക്കളൊന്നും എണീറ്റിട്ടില്ല. അപ്പോൾ ഞാനും അൻസിയും കൂടെ ഫ്രണ്ട് പോരുന്നത് ചായ കുടിക്കാൻ വിചാരിച്ചു. കുറച്ച് കുശലൊക്കെ പറഞ്ഞിങ്ങാണ്ട് അത് വേറൊരു വൈബ് തന്നെയല്ലോ. അങ്ങനെ അപ്പോൾ ഇതാ നല്ല മഴ പെയ്തിക്കണമെന്നല്ല കേട്ടോ. അപ്പോൾ അതിനെപ്പറ്റി ഞങ്ങൾ സംസാരിക്കുന്നത്. അൻസി പറഞ്ഞത് താത്തൻ്റെ മോളാട്ടാ. അപ്പോൾ അങ്ങനെ മഴ പെയ്തപ്പോൾ ഞാൻ ഫ്രണ്ടൊക്കെ ഒന്ന് ഇറങ്ങിയൊക്കെ കാണിച്ചു തരാൻ വിചാരിച്ചിട്ടാ. താത്താൻ്റെ ചെടിയും കാര്യങ്ങളൊക്കെ അവളങ്ങനെ വലിയ ചെടിയൊന്നും ഉണ്ടാക്കില്ല. അവൾ ഫുള്ള് മറ്റേ ഫ്രൂട്ട് ഐറ്റംസ് അങ്ങനത്തെ ഒക്കെ കേട്ടോ. അല്ലാതെ ചെടി അത്രണ്ട് ഇൻട്രസ്റ്റ് ഇല്ല. പിന്നെ അവളെ മുറ്റൊന്നും ശരിയാക്കിയിട്ടില്ല. അങ്ങനെ വീട് കൂട്ടിയിരുന്നതിന് ശേഷം മുറ്റും കാര്യങ്ങളൊന്നും റെഡിയാക്കിയിട്ടില്ല. അപ്പോൾ അതൊക്കെ റെഡിയാക്കിയിട്ട് ചെടി വെക്കാമെന്ന് കേട്ടോ ഉള്ളത്. അങ്ങനെ പിന്നെ ഇതാ ഓരോരുത്തരായിട്ട് നീറ്റ് വരുന്നുണ്ട്. ഇങ്ങനെ എമ്മിനും നീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവനും ചായ കൊടുക്കണ തിരക്കിലാണ്. പിന്നെ നമ്മൾ കുട്ടിപ്പാറു നീച്ചു വന്നിട്ടുണ്ട് കേട്ടോ. കുട്ടിപ്പാറിൻ്റെ പേര് ലുജൈൻ എന്നാണ് കേട്ടോ. അപ്പോൾ അവൾക്ക് ഇവു അപ്പം കൊടുക്കേട്ടാ. അവൾ ചെറിയ നന്നായിട്ട് വർത്താനൊന്നും പറയില്ല, എന്നാലും ഇവരിത് കേട്ടിട്ട് ഓരോന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വെൽക്കം. അങ്ങനെ താത്ത ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് താത്തീൻ്റെ പോയി കേട്ടോ. അവർക്കിന്ന് ജസ്റ്റ് സ്കൂളിലൊരു പരിപാടിയുണ്ട്, ഓണപ്പരിപാടി. അപ്പോൾ പിന്നെ ഞാൻ പോയിട്ടില്ല, മക്കളൊക്കെ പറഞ്ഞയച്ചിട്ടാണ്. അപ്പം ഞാൻ പറഞ്ഞ ഫുഡൊക്കെ ഉണ്ടാക്കി. അപ്പം ഞാൻ പറഞ്ഞ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തുകൊണ്ട് അടിച്ചു വരി തുടക്കലൊക്കെ ഞാൻ ചെയ്തോളാം. അയ്യെന്നാൽ പോയിക്കോ പറഞ്ഞിട്ട് അവൾ അങ്ങനെ പോയി കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു ചൂലുണ്ട് കേട്ടോ അവർ അടിച്ചു വരല്. ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞത് നമ്മൾ അടിച്ചു ടാസ്ക് ആണതുകൊണ്ട് അടിച്ചു വരണം. പക്ഷെ നല്ല സുഖമായിട്ട് അടിച്ചു വരാൻ. പിന്നെ അത് മാത്രമല്ല ഇതിമുണ്ടല്ലോ, നമ്മൾ അടിച്ചു വരിയാലും നമ്മൾ തുടക്കുന്ന സമയത്തൊക്കെ മുടിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ഇറിറ്റേഷനാണ്. പക്ഷേ ഈ ഒരു ഐറ്റം കൊണ്ട് അടിച്ചു വരികയുണ്ടല്ലോ, മുടി പൊടികൾ ചെറിയ എല്ലാ ഐറ്റംസും ഇതിമങ്ങണ്ട് സ്പ്രെഡാവും. അപ്പോൾ പിന്നെ നമുക്ക് വേറെ തുടക്കുമ്പോൾ വലിയ ഒരു ടാസ്കും ഇല്ല കേട്ടോ. അങ്ങനെ അപ്പോൾ ഇത് നല്ലൊരു എന്താ പറയുക ഉപകാരമായിട്ട് എനിക്ക് തോന്നിയിട്ടാ. അങ്ങനെ ഇതാ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തുടക്കലും കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ അവർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ മിന്നിയൊക്കെ ഒന്ന് കുളിപ്പിച്ച്, ഏതായാലും പുറത്ത് പോയി വന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട് കുളിപ്പിച്ച് അപ്പോൾ അവൾക്ക് മുടിയൊക്കെ കെട്ടണം എന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങളിങ്ങനെ ഓരോ ദിവസവും ഓരോരോ മോഡലായിട്ട് മുടി കെട്ടുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഐറ്റം ഇങ്ങനെയാണ് കേട്ടോ. അങ്ങനെ പിന്നെ എൻ്റെ കുളിയും കാര്യങ്ങളും നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഫുഡ് കഴിക്കുകയാണ്. താത്ത നെയ്ച്ചോറും ചിക്കൻ കറി ഉണ്ടാക്കി വെച്ചിരുന്നിട്ട് അവൾ നല്ല സദ്യയൊക്കെ കഴിച്ച് വന്നതാണ്. അപ്പോൾ ഇക്ക് മാത്രമായിട്ട് അവൾ കുറച്ച് നെയ്ച്ചോറും ചിക്കൻ കറി ഉണ്ടാക്കി വെച്ചിരുന്നു. പിന്നെ വൈകുന്നേരമൊക്കെ ആയപ്പോൾ ഞങ്ങൾ എന്തെങ്കിലും സ്നാക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു മക്കൾക്ക് കൊടുക്കാൻ വേണ്ടി. അപ്പം ഈത്തപ്പഴം മക്കളൊന്നും കഴിക്കൂല കേട്ടോ. ജ്യൂസ് അടിച്ചാലും അധികം കുടിക്കാൻ മടിയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു കേക്ക് ആകുമ്പോൾ അവർക്ക് കേക്ക് ഭയങ്കര ഇഷ്ടമല്ലോ, അപ്പോൾ നമുക്ക് കേക്ക് ഉണ്ടാക്കി വെക്കാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഇപ്പോൾ ഇതിക്ക് കുറച്ചും ഒരു ഗ്ലാസ്സിന് മൈദപ്പൊടി ഇട്ടാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ജസ്റ്റ് കുറച്ച് ബേക്കിംഗ് പൗഡറും കുറച്ച് ബേക്കിംഗ് സോഡയും ഉപ്പും ഇട്ടിട്ട് പിന്നെ അതാ കുറച്ച് പഞ്ചസാരയും പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ബീറ്റർ വെച്ചിട്ടൊന്നുമല്ല കേട്ടോ. ഞാൻ ഇന്നാളത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു കേക്ക് ഉണ്ടാക്കിയപ്പോൾ മിക്സിയിൽ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഇന്ന് അതാട്ടോ കാണിക്കുന്നത്. ബീറ്റർ ഒന്നും എടുത്തിട്ടില്ല, ജസ്റ്റ് ഒരു കേക്കല്ലേ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ഇതാ 2 മുട്ട മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുത്തതിന് ശേഷം പിന്നെ ഞാൻ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത് വാനില എസൻസോ അങ്ങനത്തെ ഒന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ. സിമ്പിളായിട്ടുള്ളൊരു ടീ കേക്കാണ് കേട്ടോ. പിന്നെ ഇതാ അതിക്ക് സൺഫ്ലവർ ഓയിൽ കുറച്ച് ഒഴിച്ചതിന് ശേഷം ഒന്നും കണ്ട് ഒരു തവി വെച്ചിട്ടാട്ടോ ഞാൻ ഇതാക്കി നേരത്തെ അരിച്ച് മാറ്റി വെച്ച പൗഡർ ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഞാനിതുപോലെ ഈ തവി വെച്ചിട്ട് ഒരേ ഇതിൽ ആംഗിളിൽ നമ്മൾ ഇതാക്കി കൊടുക്കണം കേട്ടോ. അതായത് കുത്തി കലക്കരുത് എന്നർത്ഥം. നമ്മളിങ്ങനെ ഒരേ റേഷ്യോയിലായിട്ട് കറക്കിക്കൊണ്ടിരിക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ഇതൊന്ന് ടൈറ്റായി വന്നപ്പോൾ ഇതിലേക്ക് പാലാട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കുറച്ച് പാലായിട്ട് എടുത്ത് അതേപോലെ തന്നെ ഈ ഒരൊറ്റ ഡയറക്ഷനിൽ മാത്രമേ നമ്മൾ ഇതാക്കാൻ പാടുള്ളൂ. കുത്തി കലക്കലാണ് ആ ഒരു എന്താ പറയുക കൺസിസ്റ്റൻസി കിട്ടാതിരിക്കും. കട്ട കുത്തിക്ക് നമ്മളെ ബാറ്ററിങ്ങിൻ്റെ വെള്ളം പോലെ അവർക്ക് ചെയ്യട്ടോ. ഇനി ഇതാ ഇത്രയും ഈത്തപ്പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല സോഫ്റ്റ് ഈത്തപ്പഴം തന്നെ കേട്ടോ. അപ്പോൾ അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞതിന് ശേഷം ജസ്റ്റ് കുറച്ച് പാലൊഴിച്ചിട്ട് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് അടിച്ചെടുക്കട്ടെ. നമ്മൾ ബാറ്ററി അടിച്ച് അതേ ജാറോ അല്ലെങ്കിൽ നമ്മൾ പഞ്ചസാര പൊടിച്ച ജാറോ ഏതെങ്കിലും ഒരു ജാർ. കൂടുതൽ എനിക്കൊന്നും കൂടെ ഇത്രയും ഇതായിട്ട് കിട്ടിയിട്ടുള്ളത് നമ്മൾ പഞ്ചസാര പൊടിച്ച ചെറിയ ജാറുണ്ടല്ലോ അതിലാട്ടോ. അത് നന്നായിട്ട് ഈ കോയമ്പ് രൂപത്തിൽ ജസ്റ്റ് ചെറിയ കഷ്ണങ്ങളൊക്കെ ഉണ്ട്, അതൊന്നും കുഴപ്പമില്ല കേട്ടോ. പക്ഷെ ഓവർ കഷ്ണങ്ങളായാൽ പൊങ്ങി വരാൻ പണിയാവും. ഇനിയിപ്പോൾ ഇതാ ഇതുപോലത്തെ ഒരു ചട്ടി എടുത്തിട്ട് നോൺ സ്റ്റിക്ക് പാനോ ഒരു സർക്കിൾ പാൻ വേണമെന്നൊന്നുമില്ല, ജസ്റ്റ് ടിക്കറ്റ് ആകുമ്പോൾ നമുക്ക് സർക്കിളായിട്ട് കിട്ടണമെന്നൊന്നുമില്ലല്ലോ. അപ്പോൾ ഇതാ ഇതുപോലത്തെ ഒരു പാനാട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഉണ്ടല്ലോ അതിലേക്ക് വല്ല ബട്ടറോ ഓയിലോ
സൺഫ്ലവർ ഓയിലോ എന്തെങ്കിലും ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് നമ്മൾ ബാറ്റർ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ടുണ്ടല്ലോ ഞാനിപ്പോൾ വെള്ള എള്ളാട്ടോ ഇട്ട് കൊടുക്കുന്നത്. നമ്മുടെ കയ്യിൽ എന്തുകൊണ്ട് അണ്ടിപ്പരിപ്പ് മുന്തിരി അങ്ങനത്തെ ഒക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കട്ടോ. ഞാനിപ്പോൾ അതൊന്നും ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ ജസ്റ്റ് വെള്ള എള്ളുണ്ടായപ്പോൾ അതാട്ടോ ആഡ് ചെയ്ത് കൊടുത്തിട്ട്. അപ്പോൾ ഇതാ നമ്മുടെ കേക്ക് പിന്നെ ഒരു 10 മിനിറ്റ്സ് മതി കേട്ടോ വെന്തിട്ടാൻ. അങ്ങനെ ഇതാ അടിയിൽ തട്ട് വെക്കണ കാര്യം വിട്ടു പോകരുത് കേട്ടോ, അപ്പോൾ പെട്ടെന്ന് കരിയും. അങ്ങനെ ഇതാ കേക്ക് റെഡി ആയി കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല അടിപൊളി നല്ല ടേസ്റ്റി കേക്ക് ആയിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും മസ്റ്റ് ആയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. മക്കൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടം. ഈത്തപ്പഴമൊക്കെ കഴിക്കാൻ വേണ്ടിയില്ല മക്കളെ പറ്റിക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റം കേട്ടോ. അങ്ങനെ ഇതാ ഇവിടെ നല്ല തകൃതിയായ കളി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ കുഞ്ഞിപ്പാത്തു കുട്ടീനെ ഉറക്കേട്ടാ. കുഞ്ഞിപ്പാത്തുവിന് ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ചാനൽ ഇഷ്ടമാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം.